ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും ഇന്നലത്തെ ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. 10 വീതമുള്ള 3 സെറ്റായിട്ട് ചെയ്യാനാണ് ഞാൻ 3 വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ 10 പഠിച്ചു. ഇപ്പോൾ ഇന്ന് ഞാനൊരു 10 സ്റ്റാൻഡേർഡ്സും കൂടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ടെങ്കിലും എല്ലാ സ്റ്റാൻഡേർഡും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമുക്കൊരു ചെറിയ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പോലും നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റാൻഡേർഡ്സിനും ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പം നമുക്ക് 11 മുതൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 മുതൽ 20 വരെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓവറോൾ ഒന്ന് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11, ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12, ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്. സ്റ്റാൻഡേർഡ് 13, അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14, അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15, എംപ്ലോയി ബെനഫിറ്റ്സ്. 16, ബോറോയിങ് ക്യാഷ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. 19, ലീസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20, ഏണിംഗ് പെർ ഷെയർ. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 11ാമത്തെ സ്റ്റാൻഡേർഡാണ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11. അപ്പോൾ ആദ്യമേ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. ഒരു ഡോളർ പർച്ചേസ് ചെയ്യാൻ എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം, അതാണ് ഇന്ത്യൻ രൂപ ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളുമായിട്ട് ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തെ കറൻസിയും നമ്മുടെ കറൻസിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അമേരിക്കയായിട്ട് നമ്മളൊരു ട്രേഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കൻ ഒരു കമ്പനി നമ്മൾ ഇത്ര ഒരു സാധനം വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര രൂപയാണ്, ഒരു ഡോളറിൻ്റെ വില ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര രൂപയാണോ ഉള്ളത് അത്രയും ഇന്ത്യൻ റുപ്പി നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ കൊടുക്കണം. അതായത് കൺവേർട്ട് ചെയ്യും. ഇന്ത്യൻ രൂപ ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് മാറ്റിയിട്ട് അത് ഡോളറായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ രൂപയായിട്ടല്ല കൊടുക്കുന്നത്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് ബാങ്കുകൾ വഴിയാണ് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഞാനൊരു എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് സിമ്പിളായി പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനം പ്രതി റേറ്റിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഫോറിൻ കറൻസിയിൽ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ്, നമ്മൾ ഏത് റേറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് അത് ഉൾപ്പെടുത്തേണ്ടത്, ഇതെല്ലാമാണ് അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 11 പറഞ്ഞിരിക്കുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഗവൺമെൻറ് ഗ്രാൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഗ്രാൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സബ്സിഡി ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി ടാക്സ് എക്സംഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആ ഒരു കമ്പനിയിലുള്ള പാർട്ടിസിപ്പേഷൻ
അക്കോമഡേഷനായിട്ടും ഒക്കെ ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കമ്പനികൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന അവസരത്തിൽ അത് എങ്ങനെയാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മളത് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഗ്രാൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഗവൺമെൻറ് ഗ്രാൻസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരു കമ്പനിക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അസറ്റിൽ അതിൻ്റെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട്, ഡിവിഡൻഡ് രൂപേണയോ ഇൻട്രസ്റ്റ് രൂപേണയോ ഒക്കെ ഒരു ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റുകളെ എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത് എന്നുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന അസറ്റ് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അത് ഓർത്തിരിക്കുക. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? ബികോംകാരൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അമാൽഗമേഷൻ, അബ്സോർപ്ഷനൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. അമാൽഗമേഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 അനുസരിച്ചിട്ട് അമാൽഗമേഷന് 2 പറഞ്ഞിട്ടുണ്ട്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മെർജറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പനികൾ ഒന്നിലേക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസ്, ലീഗലായിട്ടുള്ള നിലനിൽപ്പ് നഷ്ടപ്പെടുകയാണ് മെർജ് ചെയ്യുമ്പോൾ. എയും ബിയും 2 കമ്പനിയാണെങ്കിൽ എ ബിയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. അപ്പോൾ എയുടെ ലീഗൽ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ എയും ബിയും കൂടെ 2ഉം കൂടെ ഒരുമിച്ച് എ ബി ആയി, അവിടെ ഒരു ന്യൂ കമ്പനി ഫോം ചെയ്തു, 2ൻ്റെയും ലീഗൽ എക്സിസ്റ്റൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ് മെർജർ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുമ്പോഴും ഒക്കെ ഏത് രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതാണ് 14 പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. ഇനി നെക്സ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 എംപ്ലോയീസ് ബെനഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സ്ഥാപനത്തിൽ, ഒരു ഓർഗനൈസേഷനിൽ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അല്ലേ? അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് 50 അതിലധികമോ തൊഴിലാളികളുള്ള എല്ലാ ഓർഗനൈസേഷൻസും എല്ലാ എൻ്റർപ്രൈസും ഈ ഒരു സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എംപ്ലോയീസിന് നമ്മൾ ഏത് രീതിയിലൊക്കെ ബെനഫിറ്റ്സ് കൊടുക്കുന്നുണ്ടോ, എംപ്ലോയീസിന് കിട്ടുന്ന സാധാരണ ബെനഫിറ്റ്സ് എന്താണ്? സാലറി, വേജ്, അതുപോലെ ഹൗസ് റെൻറ്റ്, അലവൻസുകൾ കൊടുക്കുന്നുണ്ട് ചില കമ്പനീസ്, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ആനുവൽ ലീവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പല ബെനഫിറ്റ്സ് എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും അത് എങ്ങനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും, എങ്ങനെ റെക്കോർഡ് ചെയ്യും, എങ്ങനെ അക്കൗണ്ട് ചെയ്യും, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും എന്നുള്ളതാണ് ആരുടെ ബുക്കിൽ? എംപ്ലോയറിൻ്റെ ബുക്കിൽ നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ബോറോയിങ് ക്യാഷ്. ബോറോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിക്കുക. ഒരു കമ്പനി, ഒരു എൻ്റർപ്രൈസസ് പുറമേ നിന്ന് പണം കടമായി വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളും, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റും എങ്ങനെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 പറയുന്നത്. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരിക്കലും ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസോ, ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസ് ഒന്നും ഇതിൻ്റെ കീഴിൽ വരില്ല. കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ബോറോയിങ് ക്യാഷ്, ഓർത്തിരിക്കുമല്ലോ, ബോറോയിങ്
ക്യാഷ്. അപ്പോൾ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് പോകാം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം ബിസിനസ്സിനെ പല യൂണിറ്റായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, പലതരം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റും ഓരോ യൂണിറ്റായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അതിന് ബിസിനസ് ഉണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെയും ഓരോ യൂണിറ്റായിട്ട് തിരിച്ചാൽ ആ ഓരോ യൂണിറ്റുകളെയും നമുക്ക് സെഗ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇത്തരം പല സെഗ്മെൻറ്റ്സ് ഉള്ള ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നത്? ഈ സെഗ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മൊത്തം ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഞാനൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ആരാന്ന് ആദ്യം അറിയണമല്ലോ. റിലേറ്റഡ് പാർട്ടി ആരാണ്? വൺ പാർട്ടി ഹാവിങ് ദ പൊട്ടൻഷ്യൽ ടു കൺട്രോൾ ദ അതർ പാർട്ടി. ഒരാൾക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ, അത് ഫിനാൻഷ്യലി ആണെങ്കിലും അയാളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും അയാളുടെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരാണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റഡ് പാർട്ടീസ് നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ കേസിൽ വരാം. ഏതൊക്കെയാണ് റിലേറ്റഡ് പാർട്ടി? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ്സ്, നമ്മുടെ അസോസിയേറ്റ് കമ്പനികൾ വരാം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലുമായിട്ട് ജോയിൻ്റ് വെഞ്ചറിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ കീ പൊസിഷനിലുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാവാം. അപ്പോൾ അവരെല്ലാം നമ്മുടെ റിലേറ്റഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇത്തരം റിലേറ്റഡ് പാർട്ടി നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള നമ്മളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ളതും അല്ലാതെയുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇടപാടുകൾ നമ്മൾ എങ്ങനെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും, ഡിസ്ക്ലോസ് ചെയ്യും എന്നുള്ളതാണ് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിൽ വരുന്നത്. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിൽ വരുന്നത്. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 ലീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ലീസിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരാളുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി ഇത്ര വർഷത്തേക്ക് മറ്റൊരാൾക്ക് പാട്ടത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് കൊടുക്കുകയാണ്. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ലീസിങ് എഗ്രിമെൻറ്റ്. ഒരു റെൻ്റൽ ബേസിസിൽ കൊടുക്കുന്നതാണ് ലീസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ലീസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലീസിങ് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ലീസിനെ കുറിച്ച് ഇവിടെ ഫിനാൻഷ്യൽ ലീസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീസ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 പറഞ്ഞിരിക്കുന്ന എന്താണ്? ലീസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 ഏണിംഗ് പെർ ഷെയർ ആണ്. ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ്, അല്ലേ? അതിലെന്താ, ആ റേഷ്യോയിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ, ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ, പെർ ഇക്വിറ്റി ഷെയർ വാല്യൂ ആണ് ശരിക്കും ഏണിംഗ് പെർ ഷെയർ. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 പറയുന്നത് ഏണിംഗ് പെർ ഷെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതെങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 പറഞ്ഞിരിക്കുന്നത്. ഈ ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ തന്നെ പല വർഷങ്ങളിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാരിസൺ, നമുക്ക് ഫിനാൻഷ്യൽ കമ്പാരിസൺ നടത്താനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 പറഞ്ഞിരിക്കുന്നത് ഏണിങ്സ് പെർ ഷെയർ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും അവരവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കാൻ നോക്കുക. ഇത് മാത്രമല്ല, സിലബസിൽ ഒരുപാട് ടോപ്പിക്സ് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സമയം പോലെ നിങ്ങൾ കുറേശ്ശെ നോക്കുക. ഇന്നെടുക്കുന്ന എഫേർട്ടിന് നാളെ തീർച്ചയായിട്ടും ഒരു വില കിട്ടും. നാളെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റായിട്ട് ഇരിക്കാൻ പോകുന്നവരാണ്. ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ താങ്ക് യു.